ഹായ് ഹലോ. ഇനി അല്പം പുറത്തെ കാഴ്ചകളായാലോ? കിങ്ങിണി എഴുന്നേൽക്കാൻ ഇച്ചിരി താമസിച്ചു കേട്ടോ. ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം വെളിയിൽ ഇറക്കി വിടാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര തണുപ്പും മഴയും മഞ്ഞും ഒക്കെ ആയിരുന്നു. ഇന്ന് അല്പം വെയിൽ തെളിഞ്ഞുകൊണ്ട് കുഞ്ഞിനെ പുറത്തോട്ട് ഇറക്കി കേട്ടോ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കല്ലും അതും ഇതും ഒക്കെ പറക്കി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് നടക്കുക. നമുക്കും അതുപോലെയൊക്കെ തന്നെയല്ലേ, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമല്ലേ. അങ്ങനെ അവക്കും ഇത് ഞാൻ നട്ടുപിടിപ്പിച്ച ബോൾസാണ് കേട്ടോ. ബാക്കിയുള്ള ചെടികളൊക്കെ ഞങ്ങളിവിടെ താമസിക്കാൻ വന്നപ്പോൾ തന്നെ ഉള്ളതായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഉള്ള ചെടികളാണ്. പിന്നെ ഈ പച്ചക്കറി, ഈ ബീൻസും പിന്നെ ഈ തക്കാളിയൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചതാണ്. ഇതിലും 2, 3 പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളിയിലും കുറച്ച് പൂവ് അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പൊതുവെ എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചെയ്ത് കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൂവൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത് പിന്നെ ഇതും ഒരു ബീൻസാണ് കേട്ടോ. ഇതിലും പൂക്കൾ ഒരു പൂവെങ്ങാണ്ട് മറ്റോ വന്നിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാനത് ആയി കഴിയുമ്പോഴത്തേനും ഞാൻ കാണിക്കാം കേട്ടോ, എന്ത് ബീൻസാണെന്നുള്ളത്. ഇത് പിന്നെ അടുക്കളയിൽ ആർക്കും വേണ്ടാതെ കിടന്ന ഇഞ്ചിയാണ് കേട്ടോ. അത് ഞാൻ ചുമ്മാ പാകിയപ്പം അതങ്ങ് കെളുത്തു. ഇത് ഞാവലിൻ്റെ തൈയാണ് കേട്ടോ. ഞങ്ങൾ ഞാവൽപ്പഴം കഴിച്ചിട്ട് പാകിയതാണേ. ഇത് റംബൂട്ടാനാണ് കേട്ടോ, ബഡാണേ. ഞങ്ങൾ പുറത്ത് പോയപ്പം മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ ഈ റംബൂട്ടാൻ്റെ ഇതിൻ്റെ ഇലയൊക്കെ എന്തോ പ്രാണികൾ കടിച്ചതാണ്. ഇത് കറ്റാർവാഴയാണ് കേട്ടോ. പിന്നെ ഇത് എന്താണ്, നമ്മുടെ സ്വന്തം കറിവേപ്പില. ഇത് താഴത്തെ ഞാൻ ഉപേക്ഷിച്ചതായിരുന്നു.